നമസ്കാരം, ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ. സ്വിഗ്ഗി, സൊമാറ്റോ നമ്മൾ മലയാളി യുവത്വത്തിന് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ആപ്പുകളാണിന്ന്. സ്വിഗ്ഗി, സൊമാറ്റോ വഴി ഭക്ഷണം ഓർഡർ ചെയ്യാത്ത യുവതലമുറ ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. 2024 മാത്രം 83 മില്യൺ ബിരിയാണിയാണ് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 23 മില്യൺ ദോശയും. ഇത്രയേറെ ഭക്ഷണം റെസ്റ്റോറൻറ്റ് കിച്ചൺ മുതൽ നമ്മുടെ ഡൈനിങ് ടേബിൾ വരെയുള്ള യാത്രയിൽ എങ്ങനെ ഇത് എത്തപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ബിരിയാണി ആയിക്കോട്ടെ, ദോശയായിക്കോട്ടെ, പൊറോട്ടയും ബീഫും ആയിക്കോട്ടെ, ഊണായിക്കോട്ടെ, ഈ ഭക്ഷണം വന്ന യാത്ര, അത് എന്തിൽ യാത്ര ചെയ്ത് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്നുമല്ല, അത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് അല്ലാതെ ഇന്ന് ഇത്രയും ചീപ്പായും എക്കണോമിക്കായും ഭക്ഷണത്തെ പാർസൽ ചെയ്ത് അയക്കാൻ മറ്റൊരു മാർഗമില്ല. വളരെ അപൂർവമായാണ് വാഴയില പോലുള്ള ട്രഡീഷണൽ മെത്തേഡ്സ് ഇന്ന് യൂസ് ചെയ്യുന്നത്. 23 മില്യൺ ദോശകളും 83 മില്യൺ ബിരിയാണിയും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കഴിച്ച നാടാണ് നമ്മുടേത്. എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ? വളരെ അപൂർവം സ്ഥലങ്ങളിൽ ബിരിയാണി ചിലപ്പോൾ അലുമിനിയം കണ്ടെയ്നറിൽ കൊടുത്തെന്നിരിക്കാം. എങ്കിൽ പോലും അതിൻ്റെ മുകളിലും ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് അതിനെ പ്ലാസ്റ്റിക് ആക്കി മാറ്റിക്കഴിഞ്ഞു. ഭക്ഷണത്തിൻ്റെ ഈ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എത്രയേറെ കെമിക്കൽസ് ആണ് ഈ ചൂട് ഭക്ഷണം പ്ലാസ്റ്റിക് കണ്ടെയ്നർ വഴി യാത്ര ചെയ്യുമ്പോൾ അതിലേക്ക് മിക്സ് ആകുന്നത്. അതിൽ ഡയോക്സിൻസ് ഉണ്ട്, ഫ്യൂരൈൻസ് ഉണ്ട്, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് ഉണ്ട്, ധാരാളം വോളറ്റൈൽ കമ്പോണൻസ് ഉണ്ട്, പ്രധാനമായും BPA ആൻഡ് താലിൻസ്. ഇത്രയേറെ കെമിക്കൽസ് ഭക്ഷണവുമായി കലർന്നിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്നത്. ഇന്ത്യയിൽ അനുവദിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് PP കണ്ടെയ്നേഴ്സ് അഥവാ പോളിപ്രോപ്പിലിൻ കണ്ടെയ്നേഴ്സ് നമ്പർ 5 ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ മൈക്രോവേവ് സേഫ് ആണെന്നും അതിൽ നിന്ന് BPA, താലിൻസ് എല്ലാം അതിലില്ല എന്നുമാണ് പറയപ്പെടുന്നത് മാത്രമാണ്, പൂർണ്ണമായിട്ടും അത് തെളിഞ്ഞിട്ടില്ല. ഈ ചൂട് ഭക്ഷണം, അതിൻ്റെ അകത്തെ എണ്ണ, ഉപ്പ്, മസാലകൾ, അസിഡിക് കണ്ടൻ്റായ വിനാഗിരിയോ നാരങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം നോർമൽ രീതിയിൽ പലതരം പ്ലാസ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. മസാല ദോശയാണെങ്കിൽ വെറുതെ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ മുകളിൽ ഈ മസാല ദോശ ചൂടോട് കൂടി വെച്ച് അതിനെ റാപ്പ് ചെയ്തിട്ടാണ് പല ഹോട്ടലുകളും കൊടുക്കുന്നത്. അലൂമിനിയത്തിൻ്റെ കളറുള്ള പ്ലാസ്റ്റിക് പൊതിഞ്ഞൊരു പേപ്പറിലും ചിലർ കൊടുക്കാറുണ്ട്. അവിടെയും പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ തന്നെയാണ്. വെറും പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ മുകളിൽ ഊണ് വിളമ്പി വീണ്ടും അത് പാക്ക് ചെയ്ത് പൊതിച്ചോറാക്കി കൊടുക്കുന്ന ധാരാളം ഹോട്ടലുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ യുവത്വം ചൂടോടുകൂടി ഭക്ഷിക്കുകയാണ്. എത്രമാത്രം കെമിക്കൽസ് മിക്സ് ചെയ്തിട്ട് ഇത് അവർ കഴിക്കുന്നു എന്നുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ കൊണ്ടല്ല നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് വഴി ഭക്ഷണത്തിൽ കലരുന്ന കെമിക്കൽ എന്ന് പറയുന്നത് BPA ആൻഡ് താലിൻസ് ആണ്. ഈ BPA എന്ന് പറയുന്ന കെമിക്കൽ ഹോർമോണൽ ഇംബാലൻസുമായിട്ട്, അതായത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ടാണ് പ്രധാനമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. സ്ത്രീകളിൽ ഇത് ഈസ്ട്രജൻ ഹോർമോണുമായിട്ട് ലിങ്ക് ആകുകയും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇത് പ്രശ്നമുണ്ടാക്കുന്നത് ഫെർട്ടിലിറ്റി അഥവാ നമ്മുടെ പ്രത്യുത്പാദനക്ഷമതയാണ്. അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയെയും BPA ബാധിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തെയും BPA വളരെ മോശമായി തന്നെ ബാധിക്കുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്ട്രേറ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും എല്ലാമായിട്ടും BPA, താലിൻസ് ബന്ധപ്പെട്ട് കിടക്കുന്നു. താലിൻസിലേക്ക് വന്നാലും ഏകദേശം ഇതുതന്നെയാണ് അവസ്ഥ. കിഡ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഇൻഫൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മുതൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മുതൽ ക്യാൻസർ മുതൽ ധാരാളം അസുഖങ്ങളാണ് താലിൻസ് കൊണ്ട് ഉണ്ടാകുന്നത്. ഈ BPA എന്ന് പറയുന്ന കെമിക്കലാണ് യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക്കിനെ ഹാർഡാക്കി മാറ്റുന്നത്. ഇനി താലിനിലേക്ക് വന്നാൽ താലിനാണ് ഈ പ്ലാസ്റ്റിക്കിനെ സോഫ്റ്റ് ആൻഡ് ഫ്ലെക്സിബിളാക്കി മാറ്റുന്നത്. BPAയും താലിനും ഇല്ലാത്ത പ്ലാസ്റ്റിക് വളരെ കുറവാണ്. അടുപ്പിച്ച് ഗർഭമലസിയ സ്ത്രീകളിൽ നടത്തിയൊരു പഠനത്തിൽ സാധാരണ ഗർഭിണി സ്ത്രീകളെക്കാളും അവരുടെ രക്തത്തിൽ 3 മടങ്ങ് BPA ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പോളിപ്രോപ്പിലിൻ കണ്ടെയ്നർ ആണ് ഇനി ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഇതും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബിരിയാണിയോ ഒരു മസാല ദോശയോ ചൂടോടുകൂടി ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിലുള്ള യാത്രയിൽ ലക്ഷക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക് ക്രിസ്റ്റൽസ് അഥവാ കണികകളാണ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് പോളിപ്രോപ്പിലിൻ കണ്ടെയ്നറിൽ നിന്ന് പോലും കലരുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഇന്ന് പ്രകൃതി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്.
ഒരുപക്ഷെ മനുഷ്യരാശിയെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള കുഞ്ഞൻ കണികകളാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ്. ഹൃദയാഘാതം വന്ന പേഷ്യൻസിൻ്റെ ഹൃദയധമനികളിൽ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം വളരെ കൂടുതലാണെന്ന് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ സ്ട്രോക്ക്, പാരാലിസിസ് മുതലായ അസുഖങ്ങൾ വന്നവരുടെ ബ്രെയിനിലും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കൂടുതലാണെന്ന് കണ്ടെത്തുകയുണ്ടായി. എന്തിന്? മുലപ്പാലിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അംശം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തുന്നത് ഭക്ഷണമാണോ അതോ വിഷമാണോ എന്ന് സംശയിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. പാത്രം അറിഞ്ഞേ ഭക്ഷണം വിളമ്പാവൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ അധികാരികളും നമ്മുടെ സമൂഹവും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. താങ്ക് യു.